സീതാറാം മീൽ പുലികളി സംഘത്തിന്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് വിനിഷയും അമൽനാഥും. വിനിഷ, ഗുഡ് മോർണിംഗ്. പുലിമടയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ സീതാറാം മീൽ പുലികളെല്ലാം എവിടം വരെ എത്തി ഒരുക്കങ്ങളൊക്കെ? അപ്പൊ ഏതായാലും പുലികളുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അവിടുത്തെ മനു കുറെ അധികം സസ്പെൻസ് പറഞ്ഞു. അപ്പം അവിടുത്തെ സസ്പെൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് അവിടുത്തെ മനസ്സിലാക്കുവാൻ സാധിച്ചു? വേഗം പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്. ഒരുപാട് സസ്പെൻസുകളുണ്ട്. അല്ല, വേഗം പറഞ്ഞു തീർക്കാനാകില്ല സിന്ദൂരി, കാരണം അത്രയേറെ വിശേഷങ്ങളുണ്ട്. ഓരോ പുലിമട സംഘത്തിനും ഓരോ രഹസ്യങ്ങളുണ്ട്. സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ സസ്പെൻസുകൾ നിറഞ്ഞതാണ് ഓരോ പുലിമടയിലെയും കാഴ്ചകൾ. അതിനുള്ള ഒരുക്കങ്ങളാണ്. മെയ്യെഴുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പുലർച്ചയോടുകൂടി തന്നെ പുലികൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മെയ്യെഴുത്ത് ആരംഭിച്ചു കഴിഞ്ഞു. മെയ്യെഴുത്ത് എന്ന് പറഞ്ഞാൽ അത് പല ഘട്ടങ്ങളാണ്. ഒരൊറ്റ അടിക്ക് അങ്ങനെ എഴുതി പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ ചമഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് ഈ പുലികളിയുടെ ചമയം എന്ന് പറയുന്നത്. മാത്രമല്ല അമല, ഇത്തവണ പ്രത്യേകതയുണ്ട്. ചരിത്രത്തിലാദ്യമായി പുലിച്ചമയത്തിനും ഇത്തവണ പാരിതോഷികമുണ്ട്, സമ്മാനമുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഓരോ ടീമും ഓരോ പുലിമടയും ഈ ചമയത്തിൽ ഇത്തവണ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം അതിൽ വെറൈറ്റി പിടിച്ചാൽ സമ്മാനം വരും, കപ്പടിക്കും. നമ്മളിപ്പോൾ ഉള്ളത് സീതാറാം മിൽ ദേശത്താണ്. ഇവരും കൊമ്പന്മാർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഏകദേശം ഒരു മുന്നേ തന്നെ, അതായത് ഈ പുലിക്കളി ആരംഭിച്ച ആ ഒരു സമയം മുതൽ തന്നെ ഇവർ ഈ പുലിവേഷവുമായി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ ഈ ഒരു രംഗത്തുണ്ടായിരുന്നില്ല. പിന്നീട് വീണ്ടും ഒരു 3 വർഷത്തിന് മുന്നെയാണ് ഇവർ വീണ്ടും തിരിച്ചു. 11 വർഷത്തെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം 3ാം വരവാണ് ഇതാ സീതാറാം മിൽ. അതൊരു 1.5 വരവായിരുന്നു. തിരിച്ചുവരവോടുകൂടി 2 മത്സരങ്ങളിൽ 2 ഫസ്റ്റും 2 സെക്കൻഡും, അതായത് പുലിവേഷത്തിലും പുലി എഴുത്തിലും ഫസ്റ്റും, ഒപ്പം തന്നെ പുലിക്കൊട്ട്, ഒപ്പം ഈ നിശ്ചല ദൃശ്യം, ഈ 2 ഇനങ്ങളിലുമായി 2ാം സമ്മാനവും നേടിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 3 സെക്കൻഡും 3ാം സ്ഥാനമായിരുന്നു. അങ്ങനെ ഈ മത്സര രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണ് ഈ സീതാറാം മിൽ ദേശം. നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടുത്തെ പുലികളൊക്കെ അത്ര നിസ്സാരക്കാരല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഏകദേശം രാവിലെയോടുകൂടി ഒരു 6 മണിയോടുകൂടി തന്നെ ഈ മെയ്യെഴുത്തൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. വലിയൊരു ആവേശം തന്നെയാണ് ഈ ഒരു പുലിക്കളി എന്ന് പറയുമ്പോൾ തൃശ്ശൂരിന്, പ്രത്യേകിച്ച് ഈ സീതാറാം മിൽ ദേശത്തെ സംബന്ധിച്ച് അത് വലിയ ഒരു ആവേശം തന്നെ. ഇപ്പോൾ ഇതാ ഇവിടെ മെയ്യെഴുത്ത് ഏകദേശം പൂർണ്ണമായി കൊണ്ടിരിക്കുന്ന ഒരു പുലി ഉണ്ട്. നമുക്ക് ഒരു വെറൈറ്റി പുലി വെള്ളയടിച്ച വെള്ളയിൽ മഞ്ഞയും പച്ചയും, ഫ്ലൂറസെന്റ് പച്ചയും ഒക്കെ അടിക്കാണ്. ഒരു വെറൈറ്റി കളറാണല്ലോ സാധാരണ നമ്മൾ ഫ്ലൂറസെന്റ് കളർ. അതെന്താ അങ്ങനെ പിടിക്കുന്നത്? അത് എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട് ഫേസിനെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കിട്ടുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുലി ഏതാ? ഈ പുലി ഫ്ലൂറസെന്റ് ഗ്രീൻ പുലി. അപ്പോൾ നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ല, കാട്ടിൽ കണ്ടിട്ടില്ല. അതെ, ഇതൊരു പുതിയ ഇറക്കുമതിയാ. ഇത്തവണ വെറൈറ്റി പുലികളാണുള്ളത്. ഉണ്ട്, എല്ലാ വർഷവും ഫ്ലൂറസെന്റ് പുലികൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്. അതൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടേ ഫ്ലൂറസെന്റ് പുലികൾ എല്ലാ വർഷവും വയ്ക്കാറുണ്ട്. ഈ പുലിയുടെ മുഖത്ത് രൗദ്രഭാവമാണല്ലോ പ്രത്യേകിച്ച് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാ അതിൻ്റെ ഒരു രൗദ്രഭാവം? കാരണം ഓരോ പുലിക്കും, ഈ 51 പുലികളാണെങ്കിൽ 51 പുലിക്ക് 51 ഭാവങ്ങളായിരിക്കും. അതിലെ ഒരു വ്യത്യസ്തത നിങ്ങൾ എങ്ങനെയാ ഈ ചമയത്തിലൂടെയല്ലേ അത് കൊണ്ടുവരിക? അതെങ്ങനെയാ? നമ്മൾ മിക്കവാറും നോർമൽ പുലികൾ കഴിഞ്ഞ പിന്നെ എല്ലാവരും റോറിങ്, അലറുന്ന പുലികൾ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് റോറിങ് പുലികളെ കൂടുതലും ചെയ്യാറ്. അലറി പൊളിക്കണം പുലികൾ. ഇന്ന് റൗണ്ടില്ലേ, ഇന്ന് സ്വരാജ് റൗണ്ട് വിറപ്പിക്കണം. പുലികൾ പോരാ. അതെ, അലറിപ്പൊളിക്കാൻ റെഡിയാണ്. തകർക്കൂ, കപ്പടിക്കും. ഒരു മാറ്റമില്ല അതില്. അവലെ നമുക്ക് സെറ്റാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ചേട്ടൻ രാവിലെ മുതലേ കൈ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ, കൈയും കാലും റെഡിയാണ്. ഇനി വരച്ചു കൊടുക്കണം. ഇവിടെ വരും പുലി. എങ്ങനെ വരും? നല്ല ഉഷാറായിട്ട് പുലി വരും. ഇതാ കാണുന്ന കുറിതൊട്ട പുലിയല്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാണുന്നത് ചീറുന്ന പുലിയാണ്, അലറുന്ന പുലിയാണ്. നല്ല പുലി. പേരെന്താ ചേട്ടാ? സുനിലൻ, നന്ദിക്കര. മകനും ഉണ്ട് കൂടെ. കുട്ടിപ്പുലിയുണ്ട്, പുലിക്കുട്ടിയുണ്ട്. പൊളി. ഞാനിപ്പോ 8ാമത്തെ വർഷം. മകൻ 2ാമത്തെ വർഷം. നന്ദിക്കര വീട്. സീതാറാമിന് വേണ്ടി തന്നെയാണോ എല്ലാ പ്രാവശ്യവും ഇറങ്ങിയിട്ടുള്ളത്? അപ്പൊ ഇത്തവണ കപ്പ് സീതാറാം കൊണ്ടുവന്ന് തന്നെയാണോ ആഗ്രഹം? ഫസ്റ്റ് അടിച്ച് പിന്നെ ഉഷാർ പുലി തന്നെയാ. ഇതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാ? തോട് വെച്ച് വയറിന് കുലുക്കി, അങ്ങനെയാണ് പുലികൾ
റൗണ്ടിലേക്ക് കയറുന്നത്. റൗണ്ടിലേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചത്. അതിൻ്റെ ഒരു ഡെമോ മാത്രമാണിത്. ഇതൊന്നുമല്ല കാണാൻ തട്ടേ കയറിയ മട്ട് മാറുന്നുള്ള ലെവലാണ് നിൽക്കുന്നത്. അത് തന്നെ പിന്നെ ഉഷാറായിട്ട് തന്നെ കയറുന്നത്. ആ എല്ലാ കൊല്ലവും. അപ്പോൾ ഈ പെയിന്റിംഗ് ഒക്കെ കഴിയാൻ, ഈ മെയ്യെഴുത്തൊക്കെ കഴിയാൻ എത്ര സമയം എടുക്കും? അതൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ പിടിക്കും. പല ഘട്ടങ്ങളായിട്ടാണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ കൈയും കാലും ചെയ്തു. ഫസ്റ്റ് കോട്ട് അടിച്ചു. ഇനി അത് വരച്ച് കഴിഞ്ഞ് അത് ഈ വരയൻ പുലിയായിട്ട് വരും. വരയൻ പുലിയാണോ ഇത്തവണ? ഇതാ അതിന്റെ ചീട്ടൊക്കെ വാങ്ങിച്ച് കയ്യിൽ മടക്കി വെച്ചിരിക്കുക. നോക്കട്ടെ അതിലെന്തൊക്കെ എഴുതിയിട്ടുള്ളതെന്ന്. ഇത് ഓരോ പുലികൾക്കും, അതായത് പുലിവേഷം കെട്ടുന്ന ആളുകൾക്ക് ഇത്തവണ എന്താണ് അവരുടെ പേരെന്താണ്, ഈ വരയ്ക്കുന്ന മെയ്യെഴുത്ത് ആരാ വരച്ചു കൊടുക്കുന്നത്, ചെരുപ്പ് നമ്പർ 8, അത് ഓരോ പുലികൾക്കും ഓരോ ചെരുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെരുപ്പിൻ്റെ നമ്പറൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതെന്താണ് ചേട്ടാ? ഓറഞ്ച് എഫ് ഓറഞ്ച് പുലിയാണ്. അതാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ഓറഞ്ച് പുലി. അപ്പോൾ ഈ ഓരോ ദേശത്തും നിരവധി പുലികളുണ്ട്. സീതാറാം മിൽ ദേശത്തിന് ഇത്തവണ വേണ്ടി ഇറങ്ങുന്നത് 51 പുലികളാണ്. അപ്പോൾ ഈ 51 പുലികളെയും മാറിപ്പോകാതിരിക്കാനും അവർക്ക് ഏതേത് വേഷങ്ങളാണ് നിശ്ചയിച്ച് കൊടുത്തത് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നൊരു ഷീറ്റാണിത്. ഞാൻ അത് സുനിലിന്റെ ചേട്ടനെ തന്നെ ഏൽപ്പിക്കാം. അപ്പം ഞങ്ങൾ അടുത്ത പുലിയുടെ അടുത്തേക്ക് പോട്ടെ. ആ പുലിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് എന്താണ്? എഴുതി തീർന്നു എന്ന് പറയാനായിട്ടില്ല, 2ാം ഘട്ടമാണ്. നമ്മൾ രാവിലെ ഇവിടെ സീതാറാമിൽ ദേശത്ത് എത്തിയ സമയത്ത് ആദ്യം മേക്കപ്പ് ചെയ്ത് തുടങ്ങിയ ചേട്ടനാണ്. ബൈജു എന്നാണ് ചേട്ടൻ്റെ പേര്. ഞാൻ നേരത്തെ തന്നെ പേരൊക്കെ ചോദിച്ചു വെച്ചിട്ട്. ബൈജു ചേട്ടാ നമസ്കാരം. 2ാം ഘട്ടമായി. ഇതിപ്പോ ഏകദേശം ഇപ്പോൾ ഫാനൊക്കെ ഇട്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി പോകും. ഇനി ഇതൊക്കെ ആയിട്ട് ഇനി മീശ വരയ്ക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇതും തന്നെ ആദ്യത്തെ ബ്ലാക്ക് എടുത്ത് ലൈൻ ഇടും. ലൈൻ ഇട്ട് പിന്നെ കളറുകൾ വയ്ക്കും. പിന്നെ ടച്ച് ലാസ്റ്റ് ഫിനിഷിങ് ഉണ്ട്. മീശ 2ാമത്തെ ഘട്ടത്തിൽ ഇത് കോട്ടിങ് ലാസ്റ്റ് ചെയ്യും. ഇത് വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്ലാക്ക് കൊണ്ട് തന്നെ ഔട്ട്ലൈൻ ഇടുക. പിന്നെ കളറുകൾ വയ്ക്കും, അതായത് കളർ വെച്ച് വാഷ് ചെയ്യും. പിന്നെ ഇതിപ്പോൾ 3ാമത്തെ ഇതിൽ ഫിനിഷാക്കും. മീശ വരയ്ക്കും. ഇത് വരാൻ ഇത് കണ്ടാ അറിയാം വര. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ പുള്ളിയായിട്ട് വരിക. ഇതിലൊക്കെ പുള്ളി വരും. പിന്നെ ഓരോരുത്തർക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്, പേര്, വരയ്ക്കുന്ന ആള്. അതുപോലെ അതിൽ എഴുതിയിട്ടുണ്ട് പുള്ളിക്ക് പുള്ളി. ബൈജു, ആശാരി ഫാൻസ്, വര, ജോസ്, ചെരുപ്പ് 9. ചെരുപ്പുണ്ട്. ചെരുപ്പും പാലും ഇല്ലേ? മഞ്ഞപ്പുള്ളി കണ്ട മഞ്ഞപ്പുള്ളി. ബൈജു ചേട്ടൻ ഇക്കാണുന്നതല്ല, ഇനി ഉച്ചയ്ക്ക് ശേഷം കാണാനുള്ളത് മട്ട് മാറുന്ന പുലി, അത് മഞ്ഞപ്പുലിയായിട്ട് മാറും. ബൈജു ചേട്ടനെ ചിരി വരുന്നു. 1 മണിക്കൂറോളം, മൊത്തത്തിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ. ഭക്ഷണമൊക്കെ കഴിച്ച് തയ്യാറായി. ഇതിൻ്റെയൊക്കെ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയാണ്? ഇന്നത്തെ ദിവസത്തെ തയ്യാറെടുപ്പ് എങ്ങനെയാണ് പുലികളിക്ക് വേണ്ടി? ഇതിന് ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഒരുവിധമൊക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാമെന്ന് പറയും അവർ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരുവിധം ആകുമ്പോഴാണ് ജോസറിൻ്റെ അടുത്തേക്ക് പോവുക. നമ്മൾ ജോസറിനാണ് മെയിൻ വര ജോസറിനാണ്. അപ്പോൾ ജോസറിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഉണങ്ങാനായിട്ട്. അത് കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫ്രീ ആയിട്ട് നടക്കാം നമുക്ക്. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ വയറ് ചാടിയല്ലോ, വയറ് കൂടിയല്ലോ, അത് കുറച്ചുകൂടെ എന്ന് എല്ലാ നാട്ടിലും ചോദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ തൃശ്ശൂർ വന്നാൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നാ പറഞ്ഞു കേട്ടത്. തൃശ്ശൂർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തല്ലും. അതെന്തിനാത്? ഇന്നത്തെ പരിപാടി അങ്ങനെയാണല്ലോ. വയറ് കൊണ്ട് ജീവിക്കുന്നവരാണ്. മറ്റുള്ള നാട്ടിലൊന്നും ഇങ്ങനെയുള്ള പരിപാടിയില്ലേ, തൃശ്ശൂർ മാത്രമുള്ളൂ ഇങ്ങനെയുള്ള ഒരു പരിപാടികൾ. തൃശ്ശൂർ മാത്രമല്ല. അത് കാരണം തൃശ്ശൂർ വന്ന് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല ഒരാളും. കേട്ടല്ലോ, തൃശ്ശൂർ വന്ന് വയറ് ചാടിയോന്ന് ചോദിക്കാൻ പാടില്ല, തല്ല് കിട്ടും. പുലി കടിച്ചു കയറും. പുലി വരുന്നത്. അതെ, ബുദ്ധിമുട്ട്. അതൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെയില്ലേ, വർക്ക് ചെയ്യാനൊരു ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ചില സമയത്ത് ബുദ്ധിമുട്ട് വരും, പക്ഷെ വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഇനി ഇതിനേലും കൂടാണ്ടിരുന്നാൽ മതി. എന്താ ജോലി? എന്താ? ഞാൻ കാർപ്പൻ്ററാണ്. ജോലിക്ക് തടിയോ വയറോ ഒരു ഇരുന്ന് പണിയുന്ന കമ്പനിയല്ല, ഞങ്ങൾ
നിന്നിട്ട് ടേബിളുമ്പോൾ നിന്നിട്ട് പണിയണ ഇതാണ്. ഇതിപ്പോ എത്ര കാലമായി പുലിവേഷം വെക്കട്ടെ? 7 കൊല്ലായി. ഇതിപ്പോൾ 2 ഉത്തരാദിന അന്ന് പരിപാടി ഉണ്ടായിരുന്നു, 2 ഓണത്തിൻ്റെ അന്ന് പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഒന്നാം ഓണത്തിനും രണ്ടാം ഓണത്തിനും ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു കുഴപ്പമില്ല, ആവേശം അതിന്റെ ഇനി ചെണ്ടപ്പുറത്ത് കോല് വീടാൻ മാത്രം മതി. അത് അത്ര 5 മണിക്ക് ശേഷം വീഴും, തുള്ളി തുടങ്ങും നമ്മള്. തുടങ്ങും. ബൈച്ചേട്ടൻ്റെ ആവേശം അതൊട്ടും കുറയുന്നില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ബൈച്ചേട്ടന്. ആ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന ക്ഷീണം പോലുമില്ല, അത്രത്തോളം ആവേശത്തിലാണ് ഇവിടെ പുലികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പച്ചപ്പുലിയെ കണ്ടു.